അവളുടെ വഴിയിലുള്ള അവളുടെ വഴിവക്കത്തുള്ള ഒരു നീരുറവയിൽ നിന്ന് അവൾ ഉളൂ എടുക്കുകയും, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് മഖ്സൂറി മഖൂസൊക്കെ പറഞ്ഞല്ലോ, അതൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിട്ടാണ്. പഠിച്ചോനെ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ച വിഷയമൊക്കെ ഒന്ന് ആവർത്തിക്കുമ്പോഴാണല്ലോ. സുമ്മ റജഅത് ഇലാ മർആഹ, പിന്നീട് അവളുടെ മേച്ച സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ അവളുടെ വഴിവക്കത്തുള്ള അവിടെ നടന്നു പോണ വഴിയുണ്ടല്ലോ, ആ വഴിയുടെ അരികിലുള്ള ഒരു നീരുറവയിൽ നിന്ന്, നീരുറവ നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു നീരുറവയിൽ നിന്ന് ഉളൂ ചെയ്യുകയും അവൾ ഉളൂ ചെയ്യുകയും ചെയ്തു. അവളുടെ വഴിവക്കത്തുള്ള ഒരു നീരുറവയിൽ നിന്ന്. നെഹർ എന്ന് പറഞ്ഞാൽ വലിയ പുഴയൊക്കെ ആവണ്ടേ, ഒരു അരുവിയൊക്കെ ആവണ്ടേ. നമ്മൾ ഒരു നീരുറവക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടല്ലോ, ഒരു നീരുറവക്ക് അബൂസന എന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലേ, അതിന് ശബ്ദം കേൾക്കണില്ല എന്നാ പറഞ്ഞത്. ശബ്ദം കേൾക്കാത്ത പ്രശ്നമുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞൊന്നും ഇപ്പൊ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അബൂസന എന്നുള്ള ഐഡിക്കൊന്ന് PM ചെയ്തിട്ട് എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞെടുത്തോളൂ. അതെ, ആണ്. എന്താ നബ എന്നാണ് ഉറവ് പൊട്ടി ഒലിച്ചു എന്നാ നബ. അപ്പൊ ഉറവ് പൊട്ടി ഒലിക്കുന്ന സ്ഥലം മത്ബഹ് പാകം ചെയ്തു. മത്ബഹ് പാകം ചെയ്ത സ്ഥലം വല്ലർഫുമിനുഹു മത്ബഹുൻ. അതുപോലെ തഇമ മത്അം, അതുപോലെയാണ്. അപ്പൊ നബഅ മംബഅ, ലഇബ മൽഅബ്. അപ്പൊ ആ സ്ഥലത്തിന് അങ്ങനെ പറയാം. വതവല്ലഅത് മിൻ മംബഇ മാഇൻ, മിൻ മംബഇ മാഇൻ, അവളുടെ വഴി ഫീ തരീഖിഹ. അത് മതി. വതവല്ലഅത് മിൻ മംബഇ മാഇൻ ഫീ തരീഖിഹ, അവളുടെ വഴിയിലുള്ള ഒരു നീരുറവയിൽ നിന്ന് അവൾ വളൂ ചെയ്യുകയും വളൂ ചെയ്തു. പിന്നീട് അവളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അത് മതി, നമുക്ക് മഖ്സൂറാവുമ്പോ അങ്ങനെ മതിയല്ലോ അല്ലേ. വളൂ ചെയ്തു. അവളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എഴുതി, ഞാൻ പിന്നെ അത് എന്തിനാന്ന് നോക്കാം. നമുക്ക് ഓളെ ആടുമേക്കണ മണ്ണല്ല, അപ്പൊ കയ്യിൽ വടിയൊക്കെ ഉണ്ടാവുമല്ലോ. അവളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അത് തെറ്റാതെ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കുക. കാന ലദൈഹ അസൻ. വാവൊക്കെ ഉണ്ടായിക്കോട്ടെ. വക്കാന ലദൈഹ, ഈ വക്കാന ഇൻദഹ എന്തായാലും ഉണ്ടില്ല. എന്റെ നല്ലത് ലദൈഹ എന്ന കാരണം മുമ്പിൽ നിന്നുള്ളൊക്കെയാണ് സാധാരണ ഉപയോഗിക്കലെന്നാ തോന്നുന്നത് എനിക്ക്. വക്കാന ഇൻദഹ അസൻ. അസ എന്നുള്ളത് സ്വാദിന്റെ ശേഷം യാ അല്ലട്ട അലിഫനെ ഇടുക അസക്ക്. വക്കാന ഇൻദഹ അസൻ. വക്കാന ഇൻദഹ. ആ കാന എന്താ തർക്കീബ്? ഉമ്മുൽ ഖുറ കാന എന്താ തർക്കീബ്?
താമാണ്, നാഖിസല്ല. കാരണം എന്താ, ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വകാന ഇൻദഹ, അവളുടെ അടുക്കൽ ഉണ്ടായിരുന്നു. അപ്പൊ കാന ഫിഇലാണ്, ഫിഇൽ താമ്. ഇൻദ ളർഫു മുളാഫ് ഹ മുളാഫുൻ ഇലൈഹിം. അസ എന്നുള്ളതാണ് ഏത്, ആ കാനന്റെ ഫായില്. കാന ഫിഇൽ താമാകുമ്പോ പിന്നെ അതിന് ഫായിലാണ് വേണ്ടത്. വകാന ഇൻദഹ, അവളുടെ അടുക്കൽ ഉണ്ടായിരുന്നു അസൻ, ഒരു വടി. അപ്പൊ അസ എന്നത് ഫായിലാണ്. ഫായിലിന് റഫ വേണം. റഫയുടെ തഖദീറിലാണ്. കാരണം മഖ്സൂറയായ ഇസ്മാണ്. അവസാനം അലിഫും അലിഫിന് നേരെ മുമ്പുള്ള ആ സ്വാദിന് ഫതഹുള്ളോ, അപ്പൊ മഖ്സൂറായ ഇസ്മാണ്. എല്ലാ ഇഅ്റാബുകളും തഖദീറിലായിരിക്കും. എല്ലാ ഇഅ്റാബും തഖദീറിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലമ്മത്ത് അസ എന്നുള്ള അവസാനത്തെ അലിഫുണ്ടല്ലോ, ആ അലിഫിൽ തഖദീർ ചെയ്യപ്പെടുന്ന ലമ്മത്ത് കൊണ്ടാണ് റഫ്ഇ എന്നർത്ഥം. വകാന ഇൻദഹ അസൻ, കാന ഫിൽ താമ്, ഇൻദ വർഫ് മുളാഫ്, ഹ മുളാഫുൻ ഇലൈഹി, അസൻ എന്നുള്ളത് കാനയുടെ പിന്നെ എന്താണ് ഫായില്. അത് മഖ്സൂറായ ഇസ്മാണ്. അലിഫിൽ തഖ്ദീർ ചെയ്യപ്പെടുന്ന ലമ്മത്ത് കൊണ്ടാകുന്നു റഫ്ഇ. വകാന ഇൻദഹ അസൻ. അപ്പൊ വതവല്ലഅത് മിൻ മൻബഇ മാഇൻ ഫീ തരീഖിഹ, അതോടെ കഴിഞ്ഞ ആ കലാം അവിടെ കഴിഞ്ഞ്. വകാന ഇൻദഹ അസൻ, അവളുടെ അടുക്കൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി എന്ന് വേണ്ട, നമുക്ക് പിന്നീട് ശരിയാക്കാം. അവളുടെ വടി അവളുടെ മുമ്പിൽ അവൾ നാട്ടിവെച്ചു. ഇങ്ങോട്ട് നിസ്കരിക്കുകയാണെ, ഒതുട്ടല്ലോ. ഒതുണ്ടാക്കുമ്പോ എന്ത് വേണം? നിസ്കരിക്കുമ്പോ മുമ്പിൽ ചുമരുണ്ടെങ്കിൽ ചുമരിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അതല്ലെങ്കിൽ തൂണുണ്ടെങ്കിൽ അങ്ങോട്ട് നിസ്കരിക്കണം. ഈ തൂണില്ലെങ്കിൽ എന്ത്, അവന്റെ കയ്യിൽ വരെ വടി ഉണ്ടെങ്കിൽ അത് നാട്ടി വെച്ചിട്ട് അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അതും ഇല്ലെങ്കിലോ മുമ്പിലൊരു വരക്കണം എന്നൊക്കെ ഉണ്ടല്ലോ ഹദീസില്. അല്ലാതെ നിസ്കരിക്കൽ കറാഹത്താണ്. എന്തൊരു മറയില്ലാതെ നിസ്കരിക്കല് കറാഹത്താണ്. പടച്ചറബ് ആ അബൂസന നിങ്ങൾ യാതൊരു സ്വൈര്യം തരണല്ലോ. പറഞ്ഞത് കേൾക്കുന്നില്ല, സൗണ്ട് കിട്ടുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഇപ്പൊ എനിക്കിത് ടെസ്റ്റ് ചെയ്യാൻ നേരമുണ്ട്. അപ്പൊ അവിടെ ആ അബൂസനോടൊന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടാളി. അപ്പോ വകാന ഇൻദഹ അസൻ, എന്നിട്ട് അവളുടെ വടി അവൾ എന്ത് ചെയ്തു? അവളുടെ മുമ്പിൽ നാട്ടിവെച്ചു, കുഴിച്ചിട്ടു എന്നർത്ഥം. എന്നിട്ട് അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ പറയാ? അവളുടെ വടി അവളുടെ മുമ്പിൽ അവൾ കുഴിച്ചിട്ടു, തറച്ചു, നാട്ടി എന്നൊക്കെ അർത്ഥം. അതിനെന്താ പറയാ? മുളക്കുറക്കം അറിയോ? നാട്ടി കുഴിച്ചിട്ടു എന്നൊക്കെ ഉള്ളതിന് അറിയുന്ന വല്ല പദങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇത് അറിയില്ല, ഒറ്റ പദം അറിയില്ല. മുഖദ്ദമിനെ അറിയോ? ഹഫറ കുഴിച്ചു. ഹഫറ എന്ന് പറഞ്ഞാൽ കിണർ കുഴിക്ക ഉണ്ടല്ലോ, അങ്ങനത്തെ വലിയ കുഴിക്കൊക്കെയാണ് ഹഫറ എന്ന് പറയാം. തെങ്ങിന്റെ കുഴി കുഴിക്കുക, കിണർ കുഴിക്കുക, പൂഴ്ത്തിയാ മതി. പൂഴ്ത്തി, നാട്ടി, പിന്നെ തറച്ചു എന്നൊക്കെ അർത്ഥത്തിനുള്ള ഇതാണ്. അസസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നല്ല. അസസ എന്ന് പറഞ്ഞാൽ പിന്നെ തറക്കലിട്ടു പിന്നെ എന്നൊക്കെയാണ് അർത്ഥം. വറസ എന്നായിക്കോട്ടെ, വളഅറ വെച്ചു എന്നാണ്. വറസ, വറസിയും വറസിയും വ്യത്യാസമുണ്ട്. വറസ എന്ന് പറയുന്ന അർത്ഥം അത് കൃഷി ചെയ്തു എന്നൊക്കെ ഉണ്ട്. ഇത് വറസ, അതെ. ഇപ്പൊ മുഖദ്ദം എഴുതിയ വറസ, അതിന് മറക്കണ്ട പദം വറസ. അപ്പൊ അവൾ എന്ത് ചെയ്ത്? അവളുടെ വടി അവളുടെ മുമ്പിൽ അവൾ കുഴിച്ചിട്ടു, തറച്ചു. അതെ, അന്നെ വഗറസത് അസാഹ അമാമഹ. വളരെ ഉഷാറായിട്ടുണ്ട്.
വഗറസത് അവൾ തറച്ചു, കുഴിച്ചിട്ടു, അല്ലെങ്കിൽ നാട്ടിവെച്ചു, അസാഹ അവളുടെ വടിയെ, അമാമഹ അവളുടെ മുമ്പിൽ. പാടെന്ത് ചെയ്ത് ഗറസത് അവൾ കുഴിച്ചിട്ടു എന്നല്ലോ. അപ്പൊ ഫിഅലും വഫായിലാണ് ഗറസത്ത്, ഫിഅലും വഫായിൽ. അസാഹ എന്നുള്ളതാണ് മഫ്ഊല്, അസാ എന്നുള്ള മഫ്ഊല്. മഫ്ഊൽ നസ്ബ് വേണം. നസ്ബ് എവിടെ? ആ അസാന സ്വാദിന് നസ്ബ് അവിടെ കാണുന്നുണ്ടല്ലോ. സ്വാദുമൽക്കല്ല നമ്മൾ നോക്കേണ്ടത്, അവസാനത്തെ ഹെർഫിനാണ് വേണ്ടത്. അവസാനത്തെ ഹെർഫ് ഏതാണ്? അലിഫല്ലേ? അസ്വാദ് അലിഫല്ലേ അവസാനത്തെ ഹെർഫ്? അതിന് എന്താ ഉള്ളതെന്നാണ് നോക്കേണ്ടത്. ആ അലിഫിൽ, അവസാനത്തെ അലിഫിൽ തഖ്ദീർ ചെയ്യപ്പെടുന്ന ഫതഹത്ത് കൊണ്ടാണ് എന്ത് നസ്ബ്. കാരണം അത് മഖ്സൂറയാണ്. മഖ്സൂറക്ക് എല്ലാ ഇഅ്റാബുകളും തഖ്ദീറിലായിരിക്കും. ഗറസത് അസാഹ അമാമഹ. അവളുടെ എന്നിട്ടെന്ത് ചെയ്ത് അവളുടെ വടിയിലേക്ക് അവൾ മുന്നിടുകയും ളുഹ്ർ നിസ്കരിക്കുകയും ചെയ്തു. അവളുടെ വടിയിലേക്ക് അവൾ മുന്നിടുകയും ളുഹ്ർ നിസ്കരിക്കുകയും ചെയ്തു. തിരിഞ്ഞു നിൽക്കുകയും, അവൾക്ക് തിരിഞ്ഞിക്കാച്ചാല് അത് ഖിബിലിന്റെ ഭാഗത്തേക്കാണ് നാട്ടി വെച്ചിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. അവൾ മുന്നിട്ടു, അവൾ അതിനെന്താ പറയാ? അവൾ മുന്നിട്ടു. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പദാളപ്പത് മുന്നിട്ടു ഉള്ളതിന്. ഇസ്തഖബലത്തെ സ്വീകരിച്ചു എന്നർത്ഥം. ഇസ്തിഖ്ബാല് എന്ന് പറഞ്ഞ എന്താ വെച്ചാ തർക്കണമില്ല. ഖിബിലിനെ തേടിന ഇസ്തഖബലാന്ന് ശരിക്കും പറഞ്ഞാൽ തന്നെ അർത്ഥം. പിന്നെ അതിങ്ങനെ അങ്ങോട്ട് സ്വീകരിച്ചു. കബൂല് അല്ല, കബൂലിന് പോണാണ് അത്. അങ്ങനെ വേറെ പദം ഉണ്ടല്ലോ ഇതിന്. സാധാരണ നിസ്കരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? തവജ്ജഹ. അതെ, തവജ്ജഹ മുന്നിട്ടു, മുഖമാക്കി എന്നൊക്കെ അർത്ഥേ. അതാണ് മുന്നിട്ട് പറഞ്ഞതിന്റെ അർത്ഥം അതല്ലോ, മുഖം അതിന്റെ നേരക്കാക്കിന്ന്. വജ്ഹ് തവജ്ജഹ. അപ്പോ ഇനി അവളുടെ വടിയിലേക്ക് അവൾ മുന്നിട്ടു എന്താ വേണ്ടത്? അവളുടെ വടിയിലേക്ക് അവൾ മുന്നിട്ടു. ഇപ്പൊ ഈ സനദിന്റെ സമയമില്ല സഹോദരന്മാരെ, ഇതിപ്പോ വേറെ സമയമാണ്. സനത് കിട്ടിയിട്ടില്ല, ഏതായാലും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇത് പറയും, അവളുടെ വടിയിലേക്ക് അവൾ മുന്നിട്ടു. എന്താ പത് എന്റെ അർത്ഥം? വതവജ്ജഹത് അവൾ മുന്നിട്ടു. ഇലേഹാനോ? വതവജ്ജഹത് ഇലേഹാൻ. അത് ഇലേഹ മതി, വതവജ്ജഹത് ഇലേഹാന്ന് മതി. പക്ഷെ അതേ സമയത്ത് ഇത് ശരിക്കൊന്ന് ഇയാളൊന്ന് പിടിച്ചതാക്കി ഒന്ന് ടെസ്റ്റ് ഇട്ട് അല്ല ഡ്യൂട്ടിട്ടാണ്. ഇതിപ്പോ ഇതിന്റെ സമയമാണല്ലോ. وتوجهت അവളുടെ വടിയിലേക്ക് എന്താ പറയാ? അതിലേക്ക് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ഈ മക്സൂറന്നെ ഉപയോഗിക്കുക നമ്മുടെ ലക്ഷ്യപ്പോ ഇവിടെ. അവളുടെ വടിയിലേക്ക് ഇല അസാഹ. അത് തവജ്ജഹത് ഇല അസാഹ. അപ്പൊ ഇല ഹർഫു ജാർ അസ മജ്റൂർ. ഇല ഹർഫു ജാർ അസ മജ്റൂർ. ജർ എന്തുകൊണ്ടാണ്? അലിഫിൽ തഖ്ദീർ ചെയ്യപ്പെടുന്ന